കഴിഞ്ഞ തവണ ഒരു തരംഗം ഉണ്ടായിരുന്നു, കേരളമാകെ ഒരു തരംഗം ഉണ്ടായിരുന്നു. അത് പാലക്കാടും ഉണ്ടായി. ഇത്തവണ അങ്ങനെ തരംഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടോയെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ പൊതുവായിട്ടുള്ളത്. ഇപ്പം പാലക്കാടിനെ സംബന്ധിച്ച് വളരെ കാലത്തിന് ശേഷം ഒരു കോൺഗ്രസ് MP കിട്ടിയത് 2019-ലാണ്. ഇപ്പോൾ താങ്കൾ 4.25 വർഷമായി, 5 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. അപ്പോൾ ഈ 5 വർഷം MP ആയിരുന്നു എന്നുള്ളത് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യമാണോ? ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങൾ ഒരു ജനപ്രതിനിധിയെ ഏറ്റവും കൂടുതൽ കണ്ടതും അടുത്തറിഞ്ഞതും ഞാൻ MP ആയിട്ടാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിനു മുമ്പ് 23 വർഷം LDFൻ്റെ MP-മാർ. അവർ ജനങ്ങളെ നേരിട്ടല്ല ബന്ധപ്പെടുക, പാർട്ടി മുഖാന്തരമാണ്. ഞാൻ ജയിച്ചപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് പാർട്ടിക്കാരനാണ് ഞാൻ, മുന്നണിയുടെ MP ആയി. പക്ഷെ അത് ജനങ്ങളുടെ കൂടെ MP ആണ്. അതുകൊണ്ട് നേരിട്ട് ആക്സസ് അവർക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന് വാക്ക് പറഞ്ഞു. അത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ല ആത്മവിശ്വാസം.